കപ്പൽ അപകടത്തിൽ രക്ഷപ്പെട്ട 18 പേർ മംഗലാപുരത്ത് ചികിത്സയിലാണ്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ മംഗലാപുരം AJ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. 2 പേരും അപകടനില തരണം ചെയ്തുവെന്ന് പൂർണ്ണമായും പറയാനാവില്ല എന്നാണ് ആശുപത്രി അറിയിക്കുന്നത്. He mainly sustained burns in the face, upper limb and lower limb. They both have airway burns. That is much more serious. Airway burns is one thing which is likely to worsen over next few hours or few days, because the airway becomes tight and then the breathing becomes wrong. So that these things are to be looked after. And they also have a deep burn. So they'll probably require some surgical procedure later. Right now, they are stable. They are conscious. They are able to speak. മംഗലാപുരത്തെ ആശുപത്രിയിൽ നിന്ന് ഷഫീഖ് നസ്രുള്ള തത്സമയം ചേരുന്നു. ഷഫീഖ്, എന്താണ് ഇപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ? എന്താണ് ഈ 2 പേർ ഗുരുതരമായി പരിക്കേറ്റ ആളുകൾ, അവരുടെ പരിക്ക് എന്തുമാത്രം പ്രശ്നമുള്ളതാണ്? ഒപ്പം മറ്റുള്ളവരുടെ സിറ്റുവേഷൻ എന്താണ്? അവിടെ നൽകാൻ കഴിയുന്ന മറ്റു വിവരങ്ങളും? നിഷാദ്, 2 പേർക്കാണ് ഗുരുതരമായ പരിക്കേറ്റത്. ചൈനീസ് പൗരന് 40% പൊള്ളലേറ്റിട്ടുണ്ട്. ഇന്തോനേഷ്യൻ പൗരന് 30% പൊള്ളലേറ്റിട്ടുണ്ട്. ഇവർ 2 പേരുടെയും ശ്വാസകോശത്തിലാണ് പൊള്ളലേറ്റത്. അതുകൊണ്ട് തന്നെ ആന്തരിക അവയവത്തിന് പൊള്ളലേറ്റു എന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് അവർ അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. 72 മണിക്കൂർ മുതൽ ഒരാഴ്ച വരെ സമയം വേണം എന്നാണ് ഡോക്ടർ നേരത്തെ നമ്മോട് പറഞ്ഞത്. ഒരാഴ്ച വരെ സമയമെടുത്താൽ മാത്രമേ ഇവർ അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ കഴിയൂ. ആന്തരിക അവയവങ്ങൾക്കാണ് ഗുരുതരമായി പൊള്ളൽ ഏറ്റിട്ടുള്ളത്. 2 പേരും ഈ അബോധാവസ്ഥയിലായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതെങ്കിലും എല്ലാവരും വെള്ളം കുടിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്നൊരു സൂചന നൽകിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ കഴിയില്ല എന്ന് സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ 6 പേരിൽ മറ്റ് 4 പേർ, ആ 4 പേരിൽ ഒരാൾ ഇപ്പോൾ ഒബ്സർവേഷനിലാണുള്ളത്. മറ്റു 3 പേരും വാർഡുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാര്യമായ പരിക്ക് അവർക്കില്ല. അപകടനില ഈ മറ്റു 4 പേരും തരണം ചെയ്തിട്ടുണ്ട്. അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെള്ളം കുടിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഡോക്ടർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനുള്ളത് AJ ഗ്രാൻഡ് ഹോട്ടലിലാണ്. ഇവിടെയാണ് അപകടത്തിൽ പരിക്കുകൾ പറ്റാത്ത 12 പേരെയും പാർപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി തന്നെ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇവിടെ 12 പേരെയും ഇങ്ങോട്ടേക്ക്, പരിക്ക് പറ്റാത്ത 12 പേരെയും ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവന്നത്. ഇവിടെ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള 12 പേരാണ് ഇപ്പോഴുള്ളത്. അവർക്ക് മറ്റു കാര്യങ്ങൾ ഉള്ളതിനാൽ സംസാരിക്കാൻ കഴിയില്ല. മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാങ്കേതിക തടസ്സങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് ഇവർക്ക് 4 പേർക്ക് വലിയ പരിക്കുകളില്ലാത്തത് കൊണ്ട് തന്നെ അവരെ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കും. പക്ഷേ 2 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. അവർ വെള്ളം കുടിച്ചു, അവർ സംസാരിച്ചു, അബോധാവസ്ഥയിലായിരുന്നു അവർ ആശുപത്രിയിൽ എത്തിയിരുന്നതെങ്കിൽ പോലും ഒരു ചെറിയ മാറ്റം അവരിലുണ്ട്. പക്ഷേ അത് അപകടനില തരണം ചെയ്തു എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. 72 മണിക്കൂർ മുതൽ ഒരാഴ്ച എടുത്ത് അത്തരത്തിൽ പൂർണ്ണമായും അവർ അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ കഴിയൂ എന്നാണ് ഡോക്ടർ സൂചിപ്പിക്കുന്നത്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് ഇവരെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. വിദഗ്ധമായ ചികിത്സ ലഭ്യമാവുന്ന മംഗളൂരുവിലേക്ക് AJ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് ഈ പൊള്ളൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് വളരെ വിദഗ്ധമായ ചികിത്സ നൽകുന്ന ഉത്തരേന്ത്യയിലെ ഒരു ദക്ഷിണേന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു ആശുപത്രി സമുച്ചയമുള്ള പ്രദേശമാണ് മംഗളൂരു. ആ മംഗളൂരുവിലെ AJ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. ഈ 2 പേരും, ചൈനീസ് പൗരൻ അതോടൊപ്പം തന്നെ ഇന്തോനേഷ്യൻ പൗരനും, ചൈനീസ് പൗരന് 40% പൊള്ളലേറ്റിട്ടുണ്ട്, ഇന്തോനേഷ്യൻ പൗരന് 30% പൊള്ളലേറ്റിട്ടുണ്ട്. ഈ 2 പേരുടെയും നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് നമുക്ക് ആശുപത്രി കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം. അവരുടെ അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ കഴിയാത്ത അവർ ശ്വാസകോശത്തിനാണ് ആശുപത്രിയിൽ നിന്ന് വിവരങ്ങളാണ് നൽകുന്നത് ഷഫീഖ് നസ്രുള്ള.